സാറ് ഒരുപാട് പുസ്തകങ്ങൾ സാധാരണഗതിയിലും ഒരു പൊളിറ്റീഷ്യൻ ഒരു പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ഒരു പുസ്തകം 2 പുസ്തകം എഴുതും. പക്ഷെ ഒരുപാട് നിരന്തരമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ സാറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതിൽ ഒന്ന് മലബാർ കലാപത്തെക്കുറിച്ച്. മലബാർ കലാപം ഒരു പുനർവായന. അത് പിന്നെ സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം സ്വാഭാവികം സാറിൻ്റെ ഒരു തീസിസ് PhDക്ക് വേണ്ടി കൂടി എടുത്തിട്ടുള്ളത് മലബാർ കലാപത്തെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന ഒരുപാട് പുസ്തകങ്ങൾ തീർച്ചയായിട്ടും സാറിലെ ഒരു എഴുത്തുകാരനുണ്ട് എന്നുള്ളത് പുറംലോകത്ത് അറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ അതിലൊരു കാര്യം ഞാൻ അതിൽ സ്വർഗസ്ഥനായ ഗാന്ധിജി, അത് ഈ പുസ്തകങ്ങൾ ഇറങ്ങിയപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു അഡ്രസ്സ് ആ ഒരു പുസ്തകത്തിൻ്റെ വേളയിലുണ്ടായിരുന്നു സംശയം. കാരണം ഇത് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ള കുറച്ചും കൂടി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അതിനുള്ള പ്രചരണങ്ങൾ കാര്യങ്ങൾ. പക്ഷേ അന്ന് എന്തോ ഒരു കാര്യമായിട്ട് പറയാൻ വെച്ചത് സാർ പറയാതെ പോയോ എന്നൊരു സംശയം പലപ്പോഴും ഉണ്ടായി. ഇല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് പറഞ്ഞത്. ആണോ? അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. അതെന്താന്ന് വെച്ചാൽ ഒരു സസ്പെൻസ് നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ചെയ്തത്. അല്ലാതെ ഞാൻ ആ സമയത്ത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒന്നും ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് പറയേണ്ടത്, പറയുക. എന്നാൽ അത് കുറച്ച് സസ്പെൻസാക്കി വെക്കാം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. കാരണം അതിൽ തൊട്ട് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു പോസ്റ്റർ, അതായത് ഇടതുപക്ഷക്കാരനായിട്ട് മരണം വരെ അങ്ങനെ തന്നെ പോകണം എന്നുള്ളതും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരിൽ ചില കള്ളനാണയങ്ങളെ പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്നുള്ള കുറച്ചൊരു പ്രസ്താവന അതിന് തൊട്ട് മുമ്പ് വന്നിരുന്നു. ഇതിന് രണ്ടിനും കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒന്ന് ഒരു വെടി പൊട്ടിക്കാനുണ്ട് എന്നുള്ളൊരു സംഭവം ഒരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു സ്വാഭാവികമായിട്ടും. അതെ, അത് ചില ഉദ്യോഗസ്ഥന്മാരുടെ അരുതായ്മകൾക്കെതിരായിട്ടുള്ള പ്രതികരണം നടത്തിയതാണത്. അത് ഇടതുപക്ഷത്തോടുള്ള വിയോജിപ്പല്ല. നമ്മളുടെ ഒരു സിസ്റ്റം ഇടതുപക്ഷത്തിന് പോലും ഒരുപക്ഷെ പെട്ടെന്ന് മാറ്റാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അത്രമാത്രം രൂഢമൂലമാണ് അതെല്ലാം. ഇപ്പോൾ കറപ്റ്റഡ് അല്ലാത്തൊരു ഉദ്യോഗസ്ഥന് കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഒന്നുകിൽ അവനെ പുകച്ച് പുറത്തിയടിക്കാൻ വേണ്ടി നോക്കും, അവിടെ നിന്ന് സ്ഥലം മാറ്റിക്കാൻ വേണ്ടി നോക്കും. അതല്ലെങ്കിൽ അവനെയും ഇവരെ പോലെ വാങ്ങുന്ന പണത്തിൽ പങ്കുപറ്റുന്നവനാക്കിയിട്ട് മാറ്റും. അത്തരം ഒരു സാഹചര്യം ഉദ്യോഗ രംഗത്ത് ശക്തമാണ്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. ഓക്കെ. സാറ് മന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന വിവാദങ്ങളിലേക്ക് പോവുകയല്ല, പക്ഷേ ആ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും എതിർ പാർട്ടികൾ അതിനെക്കുറിച്ച് വിമർശിക്കും, ശക്തമായിട്ട് അതിനെക്കുറിച്ച് പറയും. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ തരത്തിൽ സാറിന് ഒരു എതിർപ്പ് അല്ലെങ്കിൽ സാറിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു സൂക്ഷ്മതക്കുറവ് എവിടെയെങ്കിലും? എനിക്കൊരു സൂക്ഷ്മതക്കുറവും ആ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. എന്നാൽ അതിനെ മറയാക്കിക്കൊണ്ട് നമ്മളെ അനിഹിലേറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അത് അന്നത്തെ ലോകായുക്തയായിരുന്ന സിറിയക് ജോസഫിനെ വിലക്കെടുത്തുകൊണ്ടാണ് നടത്തിയിട്ടുള്ളത് എന്നും എനിക്ക് പിന്നീട് ബോധ്യമാവുകയുണ്ടായി. ഞാൻ ന്യൂനപക്ഷക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന സമയത്ത് ചില തെറ്റിദ്ധാരണകൾ ചില കമ്മ്യൂണിറ്റികൾക്കുണ്ടായി. അതുൾപ്പെടെ മുസ്ലിം ലീഗിൽ നിന്ന് ഞാൻ പോന്നതുകൊണ്ട് ആ ഭാഗത്തും ചില വൈരങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ബന്ധപ്പെട്ട ആളുകൾ സിറിയക് ജോസഫുമായിട്ട് നേരത്തെ ബന്ധമുള്ള ആളുകളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി നമ്മളെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണവും കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ എനിക്കെതിരായിട്ടുള്ള ലോകായുക്തയുടെ വിധി. സത്യത്തിൽ ഒരു കാര്യവുമില്ലാത്ത ഒരു വിഷയത്തിലാണ് ആ വിധി. 1 വർഷം ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്ക് സർക്കാരിൻ്റെ സംവിധാനം മോശമായി കിടക്കുന്നത്
നന്നാക്കാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലായിരുന്നു ആ വിധി. ആ ഡെപ്യൂട്ടേഷൻ വിവാദമായതോടെ റദ്ദ് ചെയ്തു. ഒരു പൈസ പോലും സർക്കാരിന് ആ വകയിൽ നഷ്ടം വന്നിട്ടില്ല. അങ്ങനെ തീർത്തും നിരുപദ്രവകരമായ ഒരു കാര്യത്തിലായിരുന്നു ലോകായുക്ത അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് ഇനി എന്താണ് ഇതിനപ്പുറം ആ ലോകായുക്തക്ക് ഒരു വിധി പറയാനുള്ളത്? എല്ലാറ്റിനും കൊലക്കുറ്റല്ലല്ലോ നമ്മൾ ശിക്ഷ കൊടുക്കുക. ഒരു വേണമെങ്കിൽ അത്തരം ഒരു സന്ദർഭത്തിൽ കുറച്ചുകൂടി മന്ത്രി ആലോചിക്കേണ്ടിയിരുന്നു, അങ്ങനെയുള്ള ഓരോ കമൻറ്റുകൾ ഒരു പരാമർശം പറയാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അക്കാര്യത്തിൽ ഒരു സാമ്പത്തിക ബെനഫിറ്റും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നയാൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനം ഈ അടുത്ത് ടൈമിൽ വരികയുണ്ടായി. അപ്പം അത്രയും നല്ല ഒരാളെ ഒരു വർഷം ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്ന് ഒരു സ്ഥാപനത്തെ, ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷനെ നന്നാക്കണം എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനെയാണ് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിച്ചത്. അതിൽ മുൻ ലോകായുക്ത സിറിയക് ജോസഫ് പങ്കാളിയാണ്. ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് ആക്ഷേപം പറയുന്നത് ഒന്നോ രണ്ടോ തവണയല്ല, നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇന്ന് വരെ ഒരു മാനനഷ്ട കേസിന് അല്ലെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് എനിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടുന്നവരോ അയച്ചിട്ടില്ല. ഇദ്ദേഹത്തെക്കുറിച്ച് ജുഡീഷ്യറിയിലായിരിക്കെ തന്നെ കറപ്റ്റഡാണ് എന്നുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് ലോകായുക്തയുടെ നിയമമനുസരിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജി തന്നെ വേണം ലോകായുക്തയായിട്ട് എന്ന വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് അയാളെപ്പോലെ ഒരാളെ നിയോഗിച്ചത്. അദ്ദേഹം കേരളത്തിലെ പ്രമാദമായ ഐസ്ക്രീം പാർലർ കേസിൽ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവിനെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കെ വിധി പറഞ്ഞയാളാണ്. ആ ഒരു ബന്ധം ഉപയോഗിച്ചാണ് എന്നെയും അനിഹിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊളിറ്റിക്കൽ രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ അതൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം. അന്ന് ഈ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി എന്നുള്ളതിൻ്റെ പേരിലാണ്, അങ്ങനെ ഒരു വിധി കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ലോകായുക്ത സിറിയക് ജോസഫിൻ്റെ അനുജൻ്റെ ഭാര്യയ്ക്ക് MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവി അന്നത്തെ UDFൻ്റെ സർക്കാർ കൊടുത്തത്. ഇതൊക്കെ ഞാൻ പച്ചക്ക് പറഞ്ഞതാണ്. ഇന്ന് വരെ ഒരു ജഡ്ജിയുടെ വിധിക്കെതിരായിട്ട് ഒരാൾ പറഞ്ഞിട്ട് അയാൾക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ എന്തേ അദ്ദേഹം തയ്യാറായില്ല? അപ്പോൾ ഞാൻ പറയുന്നത് 101% ശരിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്.